ഈ കാലഘട്ടത്തിൽ കുറേ വർഷങ്ങളായി നാം കേൾക്കാത്തതും അറിയാത്തതും അനുഭവിക്കാത്തതുമായ ചില കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയായാലും മറ്റ് ചാനലുകൾ വഴിയായാലും പത്രങ്ങളിൽ കൂടി ആയാലും ഏത് രീതിയിലായാലും നാം അറിയുന്നത് മതസ്പിരിറ്റാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ മതങ്ങൾ മാത്രം മതി ഭൂമിയിൽ എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് നേരത്തെ അതറിയില്ലായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് മുതൽ നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നു, ചില ആൾക്കാർ ചിലർ അത് വാശിയോടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മതി ഈ ലോകത്തിൽ എന്നൊരു ചിന്താഗതി നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങി. എന്തുകൊണ്ട് സംഭവിക്കുന്നു? സോഷ്യൽ മീഡിയയിലൊരു ടീച്ചർ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവർ പറയുന്നതിൽ സത്യമുണ്ട്. കുഞ്ഞിലെ കുട്ടികളിൽ മതം അടിച്ചേൽപ്പിക്കുന്നു. മതങ്ങൾ ഉണ്ടായത് തന്നെ വാശിയിലും വൈരാഗ്യത്തിൽ നിന്നുണ്ടായതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മതസ്ഥാപകർ അടുത്ത കാലങ്ങളിലാണ് മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത കാലം എന്ന് പറയുമ്പോൾ 2000 അതിനകത്തൊക്കെ ഉള്ള വർഷങ്ങളുമുണ്ട്. എന്നാൽ ഈ അനേകം മതസ്ഥാപകർ മതങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു. അവരും മതങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ മതസ്ഥാപകർ ശരിക്കും ഈ സ്ഥാപിച്ച മതമായിട്ട് വന്നതല്ല. സാധാരണ അച്ഛൻ അമ്മ അവരെ ഏത് മതത്തിൽ നിൽക്കുന്നോ അതിനെയാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്, അനുകരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ മതം സ്ഥാപിച്ചവർക്ക് ഒരു മതം ഉണ്ടായിരുന്നു. ആ മതങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പുതിയ മതങ്ങൾ സൃഷ്ടിച്ചത്. പുതിയ മതങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചു? ഭാവനകളും സങ്കല്പങ്ങളും കൊണ്ട് കവിതകളും നോവലുകളും എഴുതും പോലെ, സിനിമാ ചിത്രങ്ങളും കഥകളുമൊക്കെ എഴുതുന്നത് പോലെ ഒരു സങ്കല്പം അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തതാണ് മതങ്ങൾ. അപ്പോൾ ഈ മതസ്ഥാപകർ ജനിച്ചത് വേറൊരു മതത്തിൽ നിന്നാണ്. അവരെ പ്രസവിച്ചതിൻ്റെ അന്ന് അവർ രൂപം കൊള്ളിച്ചതല്ല. അവർക്ക് അറിവായതിനു ശേഷം അവരുടെ സങ്കല്പത്തിലും ഭാവനകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് മതങ്ങൾ. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട് ഇത് കലിമ ചൊല്ലണമെന്ന്. എന്താണ് കലിമയെന്ന് എനിക്കറിയില്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ജനിച്ചിടം മുതൽ എൻ്റെ അയൽവാസികളെല്ലാം ഈ കലിമ എന്ന് പറയുന്നത് ഏതോ ഒരു വിഭാഗക്കാരുടെ ആ വിഭാഗക്കാരാണ് എൻ്റെ അയൽവാസികളല്ല. ഞാനതാരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. എനിക്കതിനെക്കുറിച്ച് അറിയാനും പാടില്ല. എന്താണ് അതിൻ്റെ ആവശ്യം? അവരുടെ കലിമ അവരുടെ പോക്കറ്റിൽ ഇരിക്കട്ടെ.
ക്രിസ്ത്യാനികളുടെ കലിമ അവരുടെ അകത്തിരിക്കട്ടെ. മറ്റ് വിവാഹക്കാരുണ്ടെങ്കിൽ ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ കലമ അവരുടെ കയ്യിലിരിക്കട്ടെ. എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഞാൻ മനസ്സിലാക്കുന്നത് മതമാണ് മനുഷ്യന് പ്രശ്നം. ഒരുപക്ഷെ ഈ മതങ്ങൾ ഒരു മതത്തിനല്ല ഞാൻ പറയുന്നത്, എല്ലാ മതങ്ങളെയും. മതങ്ങൾ മനുഷ്യന് വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു കാലത്ത് ഈ മതങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യൻ എന്നൊരു ജീവി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. അതിനുള്ള ചാൻസാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് അവസരം കൊടുക്കാതെ ബുദ്ധിയുള്ള രാജ്യങ്ങൾ, ഞാൻ ഇന്നലെ ചാനലിൽ ഞാൻ കണ്ടത്, ഹിന്ദുക്കൾ കുറേ പേരെ കലിമ ചൊല്ലാത്തവരെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയം ഉണ്ടാകുന്നു. ആർക്ക് ഭയം ഉണ്ടാകുന്നു? ആർക്കും ഭയം ഉണ്ടാവില്ല. കൊല്ലുന്നവൻ ജയിലിനകത്ത് പോയി കിടക്കും, അത്ര തന്നെ. ജയിലിൽ കിടക്കുകയല്ല, ചിലപ്പോൾ അവനെയും കോടതി തക്കതായ ശിക്ഷ കൊടുക്കും. എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ, എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ, മതം മനുഷ്യന് പ്രശ്നമാണ്. കഴിവും സാമർഥ്യവും തൻ്റെ ഇടമുള്ള ഭരണാധികാരികളുള്ള രാജ്യങ്ങൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. മതങ്ങൾ കൊണ്ട് ആരും ജീവിക്കുന്നില്ല. അവരുടേതായ സൊസൈറ്റി കാരണം പണം ഉണ്ടാക്കി ജീവിക്കുന്നുണ്ടാകും. ആ ജീവിതമല്ല ഞാൻ ചിന്തിച്ചത്. മതങ്ങൾ ആർക്കും ആഹാരങ്ങൾ കൊടുക്കുന്നില്ല, മരുന്ന് കൊടുക്കുന്നില്ല, സൗഖ്യമാക്കുന്നില്ല. സൗഖ്യമാക്കുന്നതും എല്ലാം മനുഷ്യൻ്റെ കണ്ടുപിടുത്തം സയൻസാണ്. മതങ്ങളെ ചിലപ്പോൾ ബുദ്ധിയുള്ള രാജ്യങ്ങൾ, അല്ല ബുദ്ധിയുള്ള ഭരണാധികാരികളുള്ള രാജ്യങ്ങൾ അതിനെ വേണ്ടാന്ന് വയ്ക്കുന്നതാണ് ഉത്തമം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്നത് മതവും ദൈവവുമാണ്. ഒരു തെളിവില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ചിന്തിക്കുക, എല്ലാവരും ചിന്തിച്ച് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക. ഒന്നുകിൽ അവരവരുടെ മതങ്ങൾ അവരവരുടെ സഭകൾക്കകത്ത്, പള്ളികൾക്കകത്ത്, അമ്പലങ്ങൾക്കകത്ത്, എന്താണ് നിങ്ങൾ പേരിട്ടേക്കുന്ന അതിനകത്ത് നിർത്തുക. പുറത്ത് ആരെയും നന്നാക്കാൻ നിൽക്കണ്ട. ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും നന്നാക്കാനും കഴിയില്ല. അപ്പം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ അനുകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.